പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർക്ക് നേരെ കയ്യേറ്റം. പുലർച്ചെ 1:30-യോടെയാണ് സംഭവം. ശരിയായ രീതിയിൽ ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് പറഞ്ഞ ഡോക്ടറെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. ഇന്നലെ രാത്രി 8 മണിക്ക് വടക്കന്തറയിൽ നിന്നും ആത്മഹത്യ ചെയ്ത യുവാവിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞാണ് യുവാവ് ഡോക്ടർക്ക് നേരെ കയ്യേറ്റത്തിന് മുതിർന്നത്. ഡോക്ടറുടെ പരാതിയെ തുടർന്ന് മോർച്ചറിക്ക് സമീപത്ത് നിന്നും വടക്കന്തറ സ്വദേശിയായ പ്രണവ് എന്ന യുവാവിനെ പോലീസ് പിടികൂടി. പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഡോക്ടർക്ക് നേരെയുണ്ടായ കയ്യേറ്റത്തിൽ ആശുപത്രി ജീവനക്കാർക്കിടയിൽ വ്യാപക പ്രതിഷേധമുണ്ട്. ജില്ലാശുപത്രിയിൽ ഇന്നലെ സംഭവത്തെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക അന്വേഷണം റിപ്പോർട്ട് എനിക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഫോണിൽ സംസാരിച്ചാലും എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രോഡഡ് കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെരിഫൈ ചെയ്തതിന് ഡോക്ടറായിട്ടൊരു വാക്കേറ്റം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ കോളറിൽ പിടിച്ച് വലിക്കാനുണ്ടായെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ സൂപ്രണ്ടായിട്ട് സംസാരിച്ചതിൽ പോലീസ് കംപ്ലയിൻറ്റ് റേസ് ചെയ്തിട്ടുണ്ട്. ഇവരെ ചെയ്ത ആളെ പോലീസ് ട്രേസ് ചെയ്യുന്നതാണ് പ്രാഥമികമായിട്ട് റിപ്പോർട്ട്. ഞാൻ മാഡത്തിൻ്റെ അടുത്ത് നിന്നൊരു പ്രാഥമിക റിപ്പോർട്ട് DSS-ലേക്ക് അയക്കുന്നതിനായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ജില്ലാ കളക്ടർ ഇടപെട്ടുകൊണ്ട് തന്നെ ഇന്നലെ സബ് കളക്ടറായിട്ടുള്ള ഒരു മീറ്റിംഗ് പോലീസും LSGDയും അതുപോലെ മേജർ ഹോസ്പിറ്റൽ സൂപ്രണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഇനി മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് ജില്ലയിൽ നമ്മളൊരു പ്ലാൻ ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഉണ്ടാവുന്നത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരിക്കലും നമുക്ക് മാനസികമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് സർവീസ് കൊടുക്കാനായിട്ട് ഇരിക്കുന്ന ഒരാൾക്കാരുടെ അടുത്തേക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ പൊതുവേ ഒരു ഡിഫൻസീവ് പ്രാക്ടീസിലേക്ക് ഡോക്ടറെ കൊണ്ടുപോകും. ഞങ്ങൾ എന്തിനാണ് റിസ്ക് എടുക്കുന്നുള്ളൊരു ചിന്ത അവരിലുണ്ടാക്കും. അതിന് നെറ്റ് എഫക്റ്റായിട്ട് പൊതുജനങ്ങൾക്ക് തന്നെയാണ് പിന്നീട് കാര്യങ്ങൾ അവരുടെ സർവീസിലേക്കുള്ളൊരു എന്താ പറയുക, അതിലേക്കുള്ള ഒരു ഡോക്ടർമാരുടെ ഒരു സമീപനം ഒരു സംശയമായ രീതിയിലേക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കും. പരാതിയിൽ ടൗൺ സൗത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. UTV ന്യൂസ്, പാലക്കാട്.